വളരെ കൃത്യമായ തെളിവുകളുടെയും ആധികാരികമായ രേഖകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിഷയം ഉയർത്തിക്കാട്ടിയത്. പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ അഴിമതികളുടെയും അതിന്റെ പിന്നിൽ നടന്ന ബിനാമി ഇടപാടുകളുടെയും എല്ലാം വിവരങ്ങളാണ് ഓരോന്നായി തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണമാണെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ കഴിയുന്ന ഒന്നല്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പി ദിവ്യ ചുമതല ഏറ്റെടുത്തതിനു ശേഷം രൂപീകരിച്ച സ്വകാര്യ കമ്പനി, ആ കമ്പനി അധികാരികളായി അതിന്റെ MDയും ഡയറക്ടർമാരുമായി പി ദിവ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൾ, നാട്ടുകാർ, അതേ കമ്പനി ഉടമസ്ഥതയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളുടെ ഒഴുക്ക്, ഇതെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ട് തന്നെ ഈ പറയപ്പെട്ടതുപോലെ ഏക്കർ കണക്കിന് ഭൂമി ഈ ബിനാമി കമ്പനി മുതലാളിയും പി ദിവ്യയുടെ ഭർത്താവും ഒക്കെ ചേർന്ന് വാങ്ങിക്കൂട്ടുന്ന രജിസ്റ്റർ ചെയ്ത ആധികാരികമായ രജിസ്ട്രേഷൻ രേഖകൾ സഹിതം തന്നെയാണ് ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത്. അതിനെ ഇപ്പോ ഇനി വക്കീൽ നോട്ടീസ് അയക്കുമെന്നോ നിയമ പോരാട്ടം നടത്തുമെന്നൊക്കെ പറഞ്ഞ് പി ദിവ്യ പ്രതിരോധിക്കുമ്പോൾ ആ നടപടിയെല്ലാം കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരാനും ഇതിനപ്പുറത്തേക്കുള്ള തെളിവുകൾ പുറത്തു കൊണ്ടുവരാനും ആ പി ദിവ്യയുടെ ആവേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാനും പരിശ്രമിക്കും. അതിനനുസരിച്ചുള്ള തുടർ നടപടികളും വെളിപ്പെടുത്തലുകളും പുറത്തുവിടലും വരും ദിവസങ്ങളിലും ഉണ്ടാകും. ഒരു തരത്തിലും ഈ പറഞ്ഞ നിയമത്തിന്റെ പേര് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് വീട്ടിലിരുത്തി കളയാമെന്ന് പി ദിവ്യ കരുതണ്ട. വളരെ കൃത്യമായി പി ദിവ്യക്ക് ഈ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിലുള്ള പങ്ക്, ഇതിന്റെ ബിനാമി സ്വത്തുക്കളിലുള്ള പങ്ക്, സ്വന്തം ഭർത്താവിന്റെ പേരിലാണ് ഈ പറഞ്ഞ ബിനാമി കമ്പനിയുടെ മുതലാളിയോടൊപ്പം സ്ഥലം വാങ്ങിക്കൂട്ടി. എന്നിട്ടും എന്ത് ഉളുപ്പില്ലാതെയാണ് പി ദിവ്യ തന്നെ ന്യായീകരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്നത്. ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുണ്ട്. പി ദിവ്യയുടെ എല്ലാ സമീപനങ്ങളും വളരെ കൃത്യമായി മനസ്സിലാക്കിയ ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ചില പുറത്തു വന്ന കേവലം മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണിത്. ഇതൊന്നും അല്ല. കഴിഞ്ഞ സൂചിപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ പറയുന്ന മറ്റൊരു സാധനമുണ്ട്. ഈ പാലക്കയംതട്ടിലെ 16 ഏക്കർ ഭൂമി റിസോർട്ടും ഭർത്താവിന്റെ പേരിലെ ബിനാമി പെട്രോൾ പമ്പും അതും കൂടി ഒന്ന് തെളിയിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കാര്യം പിന്നീട് എന്തായി? ആരോപണത്തിന് ശേഷം ഒന്നും കേട്ടില്ലല്ലോ. അല്ല, ഇത് ഈ പാലക്കയംതട്ടിൽ 14 ഏക്കർ ഭൂമി ഉണ്ടെന്ന് ഞങ്ങളാരും ഇവിടെയും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ പല സ്ഥലങ്ങളിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ഇത്തരം ബിനാമി ഭൂമികളൊക്കെ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നത്. അത് ഈ പറഞ്ഞത് അതിന്റെ കണക്കൊക്കെ ഇപ്പൊ പി ദിവ്യ പറയുന്നത് കേട്ടാത്തൊന്നും ശരിയാണെന്ന്. ചിലപ്പോൾ 4 ഏക്കറിന്റെ വിവരങ്ങളെ ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുള്ളൂ. അത് 14 ഏക്കറാണെന്ന് ഇപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ബാക്കിയുള്ള വിവരങ്ങൾ ഞങ്ങൾ എന്തായാലും അന്വേഷിക്കാം. കിട്ടുന്ന മുറയ്ക്ക് അത് ഈ പറഞ്ഞതുപോലെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യാം. ഈ പറഞ്ഞ രീതിയിലാണ് ബിനാമി ഇടപാടുകളൊക്കെ നടന്നിട്ടുള്ളത് എങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ നവീൻ ബാബുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട പെട്രോൾ പമ്പിലെ പ്രശാന്തന്റെ ഇടപെടലും അതിന്റെ പിന്നിലെ ബിനാമി ഇടപെടലും ഒക്കെ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം CBI അന്വേഷണം ഉൾപ്പെടെയുള്ളവയെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോയത്. അങ്ങനെ ഒരുപാട് മാനങ്ങളും ഒരുപാട് അർത്ഥതലങ്ങളുമുള്ള രീതിയിലേക്കാണ് ഈ വിഷയങ്ങൾ ഓരോന്നും ചെന്നെത്തുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കില്ല. അതിന്റെ വരും ദിവസങ്ങൾ അത് തെളിയിക്കുക തന്നെ ചെയ്യും. ഇത് നേരത്തെ തന്നെ ഇപ്പം PV അൻവറൊക്കെ ഉന്നയിച്ച പി ശശിയിലേക്ക് കൂടി എത്തുന്ന കാര്യങ്ങളുണ്ടോ ഇതിൽ? കാരണം നേരത്തെ പി ദിവ്യയുടെ ഭർത്താവ് പി ശശിയുടെ ബിനാമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവർ കുറെ തെരുവുകളും പെട്രോൾ പമ്പിന്റെ കണക്കുകളും ഒക്കെയായി വന്നിരുന്നു. അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഇപ്പോൾ ഷമാസിന് കിട്ടിയിരിക്കുന്ന ഈ വിവരങ്ങളിലുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു പി ശശിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലേക്കുള്ള തെളിവുകളൊന്നും ഇതുവരെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കേവലം ഏതെങ്കിലും തരത്തിലൊരു ആരോപണമായിട്ടല്ല ഒരു വിഷയത്തിൽ ഈ തുടക്കം മുതൽ പി ദിവ്യയുമായി ബന്ധപ്പെട്ടും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും ഒരു ആരോപണവും അല്ല ഉന്നയിച്ചിട്ടുള്ളത്. വളരെ കൃത്യമായി ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 11 കോടിയിലധികം രൂപയുടെ പ്രവർത്തന കരാറുകൾ വളരെ കൃത്യമായി പി ദിവ്യയുടെ അടുത്ത സുഹൃത്തും നാട്ടുകാരനുമായ ഈ ബിനാമി കമ്പനിയിലേക്ക് പോകുന്നു. അതേ കമ്പനി മുതലാളിമാർ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന രേഖകൾ ഉൾപ്പെടെ തെളിവുകളാണല്ലോ ഞങ്ങളുടെ ആരോപണത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്. അത് ആ തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ സംസാരിക്കുന്നത്. പി ദിവ്യ പറഞ്ഞതുപോലെ വെറുതെ കേവലം ഈ പറഞ്ഞ അവരെ ആക്ഷേപിക്കുന്നത് പോലുള്ള ആരോപണത്തിന്റെ മുൻപിൽ നിർത്താനല്ല, അവരെ അധിക്ഷേപിക്കാനല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഓരോ ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. അതിൽ ആരൊക്കെ വൻകിട സ്രാവുകളുണ്ട്, അതിൽ പി ശശി വിടുമോ, ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ CPM നേതാക്കൾക്ക് അതിനകത്ത് പങ്കുണ്ടോ എന്നൊക്കെ അതായത് ബിനാമി മാഫിയ
മാഫിയ CPM ഡീൽ അത് കൂടുതൽ വ്യക്തമാവുന്ന ഇല്ലെങ്കിൽ അതിലെ ഒരു യാഥാർത്ഥ്യം കൂടി കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിലാണോ നിലവിലുള്ള ഷമാസ് ഉണ്ടെന്ന് പറയുന്ന ഈ തെളിവുകൾ? അതിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ പാർട്ടി ഇതിൽ എത്രത്തോളം ഇപ്പം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എന്നതിനപ്പുറത്തേക്ക് പാർട്ടി ഇപ്പോഴും നൽകുന്ന ഒരു പിന്തുണ നമ്മൾ കണ്ടതാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ഉൾപ്പെടെയുള്ള സമയത്ത്. അപ്പം അത് കൂടുതൽ സ്ട്രോങ് ആവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? അങ്ങനെയെങ്കിൽ നിയമപരമായിട്ട് തിരിച്ചും പോരാട്ടം നടത്താമല്ലോ. തീർച്ചയായും ഞാനിതിപ്പോൾ ഇന്ന് ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണം ഉന്നയിച്ച് ഇവിടെ അടങ്ങിയിരിക്കാനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. PP ദിവ്യ നിയമ നടപടിയൊക്കെ മുന്നോട്ട് പൊക്കോട്ടെ. ഇതിന് ഏതൊക്കെ രീതിയിൽ നിയമപരമായി തന്നെ നേരിടണമെന്ന് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന രീതിയിലേക്ക് തന്നെ നീങ്ങും. ഇതിൽ പാർട്ടിയുടെ അറിവോടുകൂടിയാണോ പാർട്ടിയോട് CPM പോലൊരു പാർട്ടിയിൽ ഒരു PP ദിവ്യ പോലൊരു നേതാവിന് ഇത്രയധികം കോടികളുടെ ക്രമക്കേടും അഴിമതിയും ബിനാമി സ്വത്തുക്കൾ സമ്പാദിക്കാനും എല്ലാം എങ്ങനെ സാധിക്കുന്നു എന്നൊരു വലിയ ചോദ്യം ചിഹ്നം കൂടിയുണ്ട്. അതിനകത്ത് പാർട്ടി നേതാക്കന്മാരുടെ അറിവുണ്ടോ, അവരുടെ പിന്തുണയുണ്ടോ, അല്ല ഈ നീക്കങ്ങളുടെ എല്ലാം പിന്നിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ P ശശിയോ മറ്റേതെങ്കിലും ഉന്നത നേതാക്കന്മാരുടെയോ ഇടപെടലോ ബന്ധമോ ഉണ്ടോ എന്നതുമൊക്കെ കൃത്യമായ അന്വേഷണങ്ങളിലൂടെയും തെളിവുകളിലൂടെയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിൽ തന്നെയാണ് ഞങ്ങളുമുള്ളത്. ആ രീതിയിൽ ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. കൃത്യമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്യും. ഈ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതെന്ത് കണക്ഷനാണ്? അവിടെയാണ് ഈ PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഈ കരാർ നൽകിയിട്ടുള്ള കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി 2021 ജൂലൈ 20 രൂപീകരിക്കുന്നത്. ജൂലൈ 20 കമ്പനി രൂപീകരിച്ച് ആദ്യം ഈ കമ്പനിക്ക് ലഭിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പടിയൂർ ABC കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയാണ്. 76 ലക്ഷം രൂപയുടെ ആദ്യ പ്രവൃത്തി. പിന്നീട് അങ്ങോട്ട് ആ കമ്പനി ചെയ്തിട്ടുള്ള പ്രവൃത്തികളിലെല്ലാം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രീ ഫാബ്രിക്കേറ്റ് നിർമ്മാണങ്ങളുടെ വർക്കും പുറത്തു പോയിട്ടില്ല. ഈ കമ്പനിക്കല്ലാതെ മറ്റൊരു കമ്പനിക്കും കിട്ടിയിട്ടുമില്ല. അതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരൂഹത എന്ന് പറയുന്നത്. ഈ അഴിമതിയും ഈ കമ്പനി PP ദിവ്യയുടെ ബിനാമി കമ്പനിയാണെന്ന് സംശയിക്കേണ്ടിയും ഒക്കെ വരുന്ന അതിന്റെ തെളിവുകൾ സാധൂകരിക്കുന്നത് ഈ ഇടപെടലുകൾ തന്നെയാണ്. ഒരു ജില്ലാ പഞ്ചായത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ പ്രവൃത്തി ഒരു പ്രത്യേക കമ്പനിക്ക് മാത്രം കിട്ടുകയാണ്. അതിനകത്ത് ഒരു തരത്തിലുള്ള മറ്റ് കമ്പനികളും രംഗപ്രവേശം ചെയ്യുന്നില്ല. കൃത്യമായത് അങ്ങനെ നടക്കുന്നു. അതിന് സമാന്തരമായി തന്നെ അതേ വർഷം തന്നെ ഈ പറഞ്ഞ രീതിയിലേക്ക് സ്വത്തുക്കൾ ഇവരുടെയൊക്കെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. PP ദിവ്യയുടെ സർക്കാർ ജീവനക്കാരനായ PP ദിവ്യയുടെ ഭർത്താവിന്റെ പേരിൽ തന്നെ ഇങ്ങനെ ഈ ഒരു സ്ഥലം ഒരുമിച്ച് ഒരേ പ്രദേശത്തുള്ള സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്ത് വാങ്ങുമ്പോൾ എത്രത്തോളം ഇതൊന്നും സത്യത്തിൽ ഈ വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നതിന് അടിസ്ഥാന കാരണം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഒരു പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇതൊക്കെ ഇന്നും ഇതുപോലെ മൂടിക്കിടക്കുമായിരുന്നു. അങ്ങനെ പുറത്തു വരുന്നു PP ദിവ്യ പ്രതീക്ഷിച്ച് കാണില്ല. പക്ഷേ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണമാണ്. അത്രയും ഭീകരമായ ഒരു കൊള്ളയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാക്ഷാൽ വീരപ്പനെ പോലും വിറപ്പിക്കുന്ന രീതിയിൽ നാണം കെടുന്ന രീതിയിലേക്കുള്ള പൊതുമുതൽ കൊള്ളയാണ് PP ദിവ്യയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ആ കൊള്ളയ്ക്ക് അറുതി ഉണ്ടാകണം. ജനങ്ങളുടെ നികുതി പണമാണ്. അതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടവുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും.